ഹലോ, ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു വെറൈറ്റി ഹാങ്ങിങ് ഐഡിയ കേട്ടോ കാണിക്കാൻ പോകുന്നത്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. നമുക്കൊക്കെ വീട്ടിൽ വളരെ കൗതുകമായിട്ട് തോന്നുന്ന പലരും നമ്മൾ ഉപേക്ഷിക്കുന്ന സാധനം വെച്ചുണ്ടാക്കിയ ഒരു ചെറിയൊരു ഹാങ്ങിങ് വീഡിയോ ആണ്. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയാലോ എന്നുള്ളൊരു ഒരു തീരുമാനം. അപ്പം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മാറ്റി പറഞ്ഞു. നീ തന്നെ പബ്ലിഷ് ചെയ്യുന്നതല്ലേ? കാരണം അച്ചുവാണ് ആദ്യം ഇൻട്രോ ഒക്കെ തുടങ്ങി ചാനൽ തുടങ്ങിയതും കാര്യങ്ങളും. അപ്പം അച്ചുവിനെ തന്നെ വൈപ്പിക്കുന്നില്ല നല്ല. നമ്മുടെ ചാനലിൻ്റെ പേര് മോംസ് റീൽസ് എന്നായിരുന്നു. അപ്പോൾ ആദ്യം അവരുടെ പറഞ്ഞ പോലെ തന്നെ ഞാനും പാർക്കുട്ടി നമ്മുടെ കാര്യങ്ങളായിരുന്നു കൂടുതൽ ഇട്ടുകൊണ്ടിരുന്നത്, അമ്മയുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മളിപ്പോൾ ഫാമിലി ചാനലായിട്ട് മാറിയല്ലേ, നമ്മളെല്ലാ വീഡിയോസും ചെയ്യാറുണ്ട്. ബ്ലോഗൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വല്ലപ്പോഴേ കാണത്തുള്ളൂ. പക്ഷെ എന്നാൽ പോലും ആ സമയത്ത് ബ്ലോഗൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ആ പേരുമായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വേണ്ടേ, അതുകൊണ്ട് വേണ്ടിയാണ് പേരൊന്ന് മാറ്റിയത്. നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര് വിടംബറ. വേറെ ഒന്നുമല്ല, സിമ്പിളായിട്ട് എല്ലാവർക്കും ഓർത്ത് വെക്കാൻ പറ്റിയൊരു പേരാണ്. ഞങ്ങളിപ്പോൾ കപ്പിൾസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പേരാണ് ക്രിയേറ്റീവ് കപ്പിൾസ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ തന്ന സപ്പോർട്ടിന് അത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ പ്രതീക്ഷയേക്കാളും ഒരുപാട് പേര് നമ്മളെ വിളിച്ച് എവിടെ നിന്നൊക്കെയോ വിളിച്ചു അല്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അത്രയും നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് പേര് നമ്മളെ അത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇപ്പോൾ ക്രിയേറ്റീവ് കപ്പിൾസിനും തുടർന്ന് ഇതുപോലെ സപ്പോർട്ട് കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ വെറൈറ്റി വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള വീഡിയോസും ക്രിയേറ്റീവ് കപ്പിൾസിലൂടെ കാണാൻ സാധിക്കും. എല്ലാ തരത്തിലുള്ള ഒരു ഫാമിലിക്ക് എൻ്റർടൈൻമെൻറ്റ് ആവുന്ന രീതിയിലുള്ള എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് ഐഡിയ വെച്ച് തന്നെയാണ് ഉള്ളൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കണം, നിങ്ങളത് വീട്ടിൽ പരീക്ഷിക്കണം. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ഐഡിയ തന്നെയാണ്. അപ്പം നമുക്ക് അത് തന്നെ കാണുമ്പോഴാണ് നമ്മൾ പറയുന്നേക്കാൾ നല്ലത് കാണുമ്പോഴാണ് അത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹാങ്ങിങ് ചെയ്യാനുള്ള ആൾക്കാർ കേട്ടോ. അവരെ നമ്മളൊന്ന് നല്ലതുപോലെ ഒന്ന് പോളിഷ് ചെയ്ത് അതുപോലെ ഒന്ന് വാർണിഷൊക്കെ അടിച്ച് ഡ്രൈ ചെയ്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിരട്ട കൊണ്ട് നമുക്ക് എങ്ങനെ വീട്ടിൻ്റെ മുറ്റം മനോഹരമാക്കാമെന്ന് നോക്കാം. നമ്മൾ ചിരട്ട എല്ലാം റെഡിയാക്കിയിട്ട് അതിലേക്ക് ഇതേ ഒരു ഗ്രാസ് പ്ലാന്റ് നമ്മളൊന്ന് വളർത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് എല്ലാ ചിരട്ടയിലും നമ്മൾ ഇതുപോലെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിനെ ഹാങ് ചെയ്യാൻ പോകുന്നത്. ഇതിനി എങ്ങനെ നമുക്ക് ഹാങ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഞാൻ ദേ കയറ് രണ്ടായിട്ട് ഒരുപോലെ എടുത്തിട്ടുണ്ട്, രണ്ടറ്റം ഒരുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ അത് വീണ്ടും രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പം 4 പീസ് കയറായിട്ട് ഇങ്ങനെ കിട്ടും. എന്നിട്ട് അതിൻ്റെ ഒരറ്റം നമ്മളിത് ഇതുപോലെ ഒന്ന് ഒരു കെട്ടിട്ട് കൊടുക്കണം. കെട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തൊന്ന് വലിച്ചു കൊടുക്കണം. എന്നിട്ട് ആ 4 കയറുണ്ടല്ലോ അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ചിരട്ടയിൽ ചെടിയില്ലേ, അത് അതിൻ്റെ നടുവിലേക്ക് വെച്ചിട്ട് ആ കെട്ട് വെച്ചില്ലായിരുന്നോ അത് ഈ ചിരട്ടയുടെ താഴ്ഭാഗത്തായിട്ട് വരണം. ആ രീതിയിൽ വച്ചിട്ട് നമ്മൾ ഈ കയറിനെ ഇങ്ങനെ മേപ്പോട്ട് 4 സൈഡിൽ നിന്നും ഒന്ന് പൊക്കിയെടുക്കുക. നമ്മൾ ഈ ഉറി കെട്ടത്തില്ലേ, അതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഉറിയുടെ മോഡൽ വരാനായിട്ടോ നമ്മളിങ്ങനെ ചെയ്തത്. എന്നിട്ട് ഇത് ഇങ്ങനെ മേളിൽ പിടിച്ച് കറക്റ്റായിട്ട് നോക്കിയിട്ട് സൈഡിലുണ്ടല്ലോ 4 സൈഡിലും കറക്റ്റായിട്ട് കയർ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ചിരട്ട അതിനകത്ത് ഇരിക്കുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മേൽഭാഗത്ത് നമ്മളൊരു കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഇന്ന് എന്നെ സഹായിക്കാനുള്ളത് ആദ്യക്കുട്ടനാണ് കേട്ടോ. ആദ്യക്കുട്ടൻ ആൽബിക്കുട്ടനൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യക്കുട്ടനാണ് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അപ്പം ഈ കാണുന്നത് പോലെ മേളിൽ കെട്ടിടുമ്പോൾ നമ്മുടെ ഒരു ലെയർ റെഡിയായി. നമ്മളിത് 3 ലെയറായിട്ടാണ് വയ്ക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ വിചാരിച്ചു ഒരു ലെയർ ഇങ്ങനെ വയ്ക്കുന്നതിനേക്കാളും ഒരു 2 ലെയറും കൂടെ വയ്ക്കാമെന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വ്യത്യാസം. അപ്പം സെക്കൻഡ് ലെയർ ഇതേ വയ്ക്കാൻ പോവാം കേട്ടോ. അതും സെയിം ആ മേളിലത്തെ കയറ് നമ്മൾ 4ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തൊന്ന് എടുത്തിട്ട് അതിൻ്റെ നടുവിൽ ആ ചിരട്ട വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്.
അപ്പം ഈ കാണുന്നത് പോലെ തന്നെ നടുവിൽ ചിരട്ട വെച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ 4 സൈഡിലും കയറിങ്ങനെ മേപ്പോട്ട് പൊക്കി പിടിച്ചിട്ട് ആ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് നമ്മളൊരു കെട്ടിട്ട് കൊടുക്കുക. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും, പക്ഷേ അത് ഒന്ന് കെയർഫുള്ളായിട്ടും കൂടെ ചെയ്യണം. കാരണം ആ ചിരട്ട കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് ആ നടുവിലിരുന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം രണ്ടാമത്തെ ലെയറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയറായിട്ടും ചെയ്തെടുക്കാം, 1 ലെയറായിട്ടും ചെയ്തെടുക്കാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 3 ലെയറാണ്. അപ്പോൾ 3ാമത്തെ ലെയറും സെയിം അതുപോലെ തന്നെ നമ്മൾ മേളിലോട്ട് ചെയ്യുന്തോറും കുറച്ചൊന്ന് ബുദ്ധിമുട്ടായി വരും കേട്ടോ, അതിൻ്റെ വെയിറ്റ് കൂടി വരും. അപ്പോൾ അതൊന്ന് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൂട്ട് അതിനൊന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റായിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് അതുപോലെ തന്നെ 4 ഭാഗത്തും കയറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മേളിലൊരു കെട്ടിട്ട് കൊടുക്കുക. അതിന് നമുക്ക് 3 ലെയറും റെഡിയാക്കി എടുക്കാം. അപ്പം 3 ലെയറും റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഉറിയെല്ലാം തൂങ്ങിക്കിടക്കത്തില്ല, നമ്മൾ ആ ഒരു രീതി തന്നെയാണ് ഉദ്ദേശിച്ചത്. അതുപോലെ നമ്മുടെ ചിരട്ട വെച്ചിട്ട് നമ്മളൊരു ഹാങ്ങിങ് ചെയ്തെടുത്തു. ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഹാങ്ങിങ് കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് നമ്മൾ ആ ഒരു സെറ്റ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് സെറ്റ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയാണ് നമ്മളിത് ഹാങ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ തൽക്കാലത്തേക്ക് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ ഹാങ് ചെയ്തിട്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇനിയാണ് നമ്മൾ പാഴ്വസ്തു വെച്ചിട്ട് ശരിക്കും ഹാങ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് ഹാങ് ചെയ്യാൻ പോകുന്നത് ഇതിലേക്കാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ തപ്പിയത്തേക്കും വീട് പണിക്കെന്തോ ഉപയോഗിച്ചൊരു കമ്പിയാട്ടോ. അതിങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലിവിടെ കിടപ്പുണ്ടായിരുന്നു. അതിലാണ് നമ്മൾ ഹാങ് ചെയ്യാൻ പോകുന്നത്. അതായിട്ട് ഇങ്ങനെ കയറൊക്കെ കെട്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആ ഉറി കെട്ടിയിട്ടില്ലേ, അത് ഓരോന്നായിട്ട് ഇതിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ്. നമ്മൾ 3 സെറ്റ് ഈ ചിരട്ടയാണ് ഇങ്ങോട്ട് മാറ്റാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടേതായ ഐഡിയയിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടൊരു ചിരട്ട വെച്ചൊരു സിമ്പിൾ ഹാങ്ങിങ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഭംഗി കാണുമ്പോഴത്തേക്കും കേട്ടോ ശരിക്കും സന്തോഷം തോന്നണേ. അത് നമ്മൾ ചെടിച്ചട്ടി വാങ്ങിച്ചിട്ട് അതിൽ ഹാങ്ങിങ് പ്ലാന്റിലിട്ട് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഇത്രത്തോളം കഷ്ടപ്പെട്ട് അതിൻ്റെ റിസൾട്ട് കാണുമ്പോഴത്തേക്കും ശരിക്കും സന്തോഷം തോന്നും. ഞാനിത് നിങ്ങളുടെ നേരത്തെ പറഞ്ഞത് നമ്മളൊരു ഹാങ്ങിങ് ഐഡിയയുടെ പ്രിപ്പറേഷനിലാണ്. ഏകദേശം ഇതൊരു 2 ആഴ്ചയായിട്ടോ ഇതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലായിട്ട് അതിൻ്റെ റിസൾട്ട് കണ്ടിരിക്കുന്നു. ശരി, എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയായിട്ടോ. അതാണ് ഇങ്ങനൊരു വ്യൂ. ഇപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് പുതിയൊരു ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ ഇതുപോലെ ചിരട്ടകളൊക്കെ വെറുതെ കിടപ്പുണ്ടെങ്കിൽ ഇങ്ങനെയെല്ലാം നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ വീടും മനോഹരമാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗാർഡനും നമുക്ക് മനോഹരമാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാട്ടോ നമ്മുടെ പുതിയ ഹാങ്ങിങ് നമ്മുടെ ചിരട്ട വെച്ച് വീട്ടിൽ നമുക്ക് സൂപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഹാങ്ങിങ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ആക്കി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.